ഹായ് ഫ്രണ്ട്സ്, ന്യൂസ് തട്ടടയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഹായ് പറഞ്ഞേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഉടുപ്പിയിലാണ്. ഉടുപ്പി അമ്പലത്തിൻ്റെ അടുത്താണ്. ഇവിടെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കുക. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം അങ്ങനെ നടന്ന് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ എത്തി. നേരെ കാണുന്നതാണ് നമ്മുടെ അമ്പലം, ഉടുപ്പിയിലെ അമ്പലം. നല്ല രസമുണ്ട്, അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ നടന്നതേ നമ്മുടെ ഹോട്ടലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ മിത്ര സമാജ് എന്ന് പറയുന്ന ഹോട്ടൽ. ഇവിടെ സ്നാക്സ് ഐറ്റംസ് കിട്ടും. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ അതിൻ്റെ മീൽസ് കിട്ടുന്ന കുറച്ചും കൂടി വലിയ ബിൽഡിംഗ് ഉണ്ട്. അതിപ്പോൾ പൂട്ടിയിട്ടേക്കുക. ഉച്ച നേരത്തും രാത്രി നേരത്തും മാത്രമേ തുറക്കുള്ളൂ. നമുക്ക് കടയുടെ ഉള്ളിലേക്കൊന്ന് ചെന്ന് നോക്കാം. നല്ല തിരക്കാണ്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ നിൽക്കുമായിരുന്നു. ആരെങ്കിലുമൊക്കെ ഒന്ന് എണീറ്റ് പോയാലും നമുക്ക് സീറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ സീറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഞങ്ങൾ. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാൻ, ചായ കുടിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ വന്നേക്കുവാണ്. ഉടുപ്പി ഗ്രൂപ്പ്സിലെ നമ്പർ 1 ഹോട്ടൽ ഈ ഹോട്ടൽ കഴിയാൻ വേറെ ഒന്നുമില്ല. ഇവിടെ ഏറ്റവും നമ്മൾ മജബോളി എന്ന് പറയുന്നത് 4 ചെറിയ ഉഴുന്നോടെ പോലെ കാണും. സൂപ്പറാണ്. പിന്നെ ദോശ, ഇഡ്ഡലി എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഒന്നും നമുക്ക് കമ്പനി ചെയ്യാൻ പറയാൻ പറ്റില്ല. അത്രയും നമ്പറാണ്. ഞാൻ 10 മിനിറ്റ് പോലെ ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല. പോയിട്ട് എന്താ വന്നത് മീൽസ് മറ്റേ നേരെ ഇറങ്ങുമ്പോൾ അറിയാം. നേരെ അത് പ്രത്യേക മീൽസ് വെറൈറ്റിയാണ്. ആസിൻ്റെ അടുത്തേക്ക് ആദ്യം 2 ചപ്പാത്തി, പിന്നെ ചോറായിട്ടുള്ള പായസം കൊടുത്താൽ നമ്മൾ എവിടെ പോയാലും അവിടെ തന്നെ ഓടി വരും. ഓരോരോ ആഹാരം കഴിച്ചാൽ പിന്നെ ഇവിടെ വരും. വേറെ എവിടെ മഞ്ഞപ്പൊടി അവിടെ ഫേമസ് എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവരും. ചെറിയ ഉണ്ടോടാ, ചെറിയ മുമ്പ് ചട്ടിയിലാണ് എരിവ് കാണുന്ന ചട്ടിയിൽ. അപ്പോൾ അവിടെ ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. ഞങ്ങൾ സാധാരണ ഉഴുന്നുവട ഓർഡർ ചെയ്തു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ സ്പെഷ്യൽ, നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ പഞ്ചബോളി എന്നാണ് പറഞ്ഞത്, അതും ഓർഡർ ചെയ്തു. അപ്പോൾ ഭയങ്കര ചൂടായിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ചൂടൊന്നും ആറാൻ വെയിറ്റ് ചെയ്തിരിക്കുക. ചട്നിക്കൊക്കെ നല്ല എരിവാട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പഞ്ചബോളി എത്തി. ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് കണ്ടാൽ തന്നെ അറിയാം, നല്ല സോഫ്റ്റാണ്. അതിൻ്റെ ഒപ്പം തന്നെ ചട്നി ഉണ്ട് കേട്ടോ. ഓർഡർ ചെയ്ത ഇവിടുത്തെ ഫേമസ് ഐറ്റം പഞ്ചബോളി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. കണ്ടോ, ചട്നിയുണ്ട്. ചൂടാണ്, നല്ല ചൂടാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടത്. ഭയങ്കര ചൂടാണ്. സോഫ്റ്റ് സാധനമാണ്. ചട്നിയിൽ മുക്കിയിട്ട് അടിപൊളി. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടാണ്. ഞാൻ കോഫി ലവറാണ്. ഇവിടുത്തെ ഫിൽറ്റർ കോഫി സൂപ്പറാണ്. ഒന്ന് ട്രൈ ചെയ്യാം. ഭയങ്കര ടയർഡായിട്ടാണ്, പക്ഷെ ഇത് നല്ല സ്ട്രോങ് കോഫിയാണ്. വേറെ സാധനം കൂടി മേടിച്ചിട്ടുണ്ടേ. ഇതാണ്, ഇത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഹൽവയാണ്. ഇത് ഞാൻ കേട്ടത് ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നമ്മുടെ ഗോതമ്പുണ്ടല്ലോ, ഗോതമ്പിൻ്റെ പാലെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ട്രൈ ഔട്ട് ചെയ്യാമോ? അത് എങ്ങനെ ഇരിക്കും കേട്ടോ. നല്ല സോഫ്റ്റ് ആട്ടത്. നല്ല ചൂയായിട്ടുള്ള ഹൽവ, നല്ല ടേസ്റ്റ് ആട്ടോ അത്.
മസ്റ്റ് ട്രൈ ആണേ. അടിപൊളി. നീ കൂട്ടണ്ട കഴിച്ചു നോക്കേ. അടിപൊളിയാണ്. അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ കട, മിത്ര സമാജ്. എല്ലാവരും മിത്ര സമാജിൽ വരിക. അടിപൊളിയാണ്, ടേസ്റ്റി ഹൽവയാണ്. അപ്പം മസ്റ്റായിട്ട് ഇവിടുത്തെ എന്താ പഞ്ചബോളി അല്ലേ, പഞ്ചബോളി പനിയാരം പോലെ തന്നെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ പനിയാരം കുറച്ചുകൂടി കട്ടിയായിരുന്നു, നല്ല സോഫ്റ്റാണ്. അപ്പം ഇവിടെ വരുന്ന ഉടുപ്പിയിൽ വന്ന് ഈ അമ്പലത്തിൽ വരുന്ന എല്ലാവരും ഇവിടെ കയറി സ്നാക്സ് കഴിക്കാൻ നോക്കാം കേട്ടോ. അടിപൊളിയാണ്, നല്ല സൂപ്പറാണ് കേട്ടോ. ഓക്കെ ബൈ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ പറ.